ഓക്കെ, അപ്പൊ ഇന്നെന്താ പരിപാടി? കുക്കിംഗ് വീഡിയോ. ഓ, കൊറേ നാളെ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിട്ട് പോയതാ. യെസ്, ഇന്ന് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതെ, അതിന്റെ പേരെന്താ? പറുദീസ ചിക്കൻ. പറുദീസ ചിക്കൻ. ചിക്കൻ സ്വർഗത്തിൽ പോയിട്ട് ഉള്ള അത് പോട്ടെ, തമാശ പോട്ടെ. അപ്പൊ പറുദീസ ചിക്കൻ, പറുദീസ ചിക്കനെ കുറിച്ചായിരുന്നു എന്താണ് അഭിപ്രായം? ശരിക്കും പറയുകയാണെങ്കിൽ ഇവള് ആകെ 2 പ്രാവശ്യം ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ 2 പ്രാവശ്യം സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. നമ്മള് സ്വിഗ്ഗിന് സൊമാറ്റോന്നൊക്കെ മേടിക്കില്ലേ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെറൈറ്റി ചിക്കൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മള് സാധനം മേടിക്കും, ചിക്കൻ മേടിക്കും. അപ്പൊ ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എനിക്കല്ല അതിന്റെ എന്താ സംഭവം. അപ്പൊ ആ സീക്രട്ട് ഇന്ന് സച്ചിനെ നമുക്ക് റിവീൽ ചെയ്യാണ്. അതെ, അപ്പൊ നമുക്ക് സച്ചിനെ സ്പെഷ്യൽ പറുദീസ ചിക്കൻ നമുക്ക് കണ്ടുനോക്കാം എങ്ങനെ ഉണ്ടാക്കണേ. പക്ഷെ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇത് യൂട്യൂബില് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോ നമുക്ക് ചിലപ്പോ ചക്കിട്ട മുയൽ ചെത്ത പോലെ വരാലോ. അതിപ്പോ ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്തു. സെയിം ഇത് സംഭവം സത്യമാണ്, നല്ല ടേസ്റ്റ്. ഫസ്റ്റിൽ നല്ല ടേസ്റ്റ്, സെക്കൻഡ് ട്രൈ ചെയ്തപ്പോഴും വാവ് ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ, അപ്പൊ എന്തായാലും സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആണ് എന്ന് തോന്നി. അങ്ങനെ യൂട്യൂബിലത്തെ സാധനങ്ങളാണല്ലോ, എന്റെ ആയിട്ടുള്ള ക്രിയേഷൻസ് ഒന്നും ഇല്ല. സാധാരണ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇടുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ മിക്സപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, പക്ഷെ ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് സെയിം അതിൽ കണ്ട വീഡിയോയിലത്തെ ഫുൾ സംഭവങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സംഭവം ഹിറ്റ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതാണ് ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, നമുക്ക് ഈ സാധനം വീഡിയോ ആയിട്ട് തന്നെ ഇടാം. കാരണം നമുക്ക് കിച്ചൺ റെവല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മളിടുന്നൊക്കെ നമ്മളിവിടെ ട്രൈ ചെയ്ത സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബിരിയാണി, പിന്നെ നമുക്കൊരു മസാല ടീന്റെ ഒരു അടുത്ത വീഡിയോ നമ്മള് വരും. ഒക്കെ നമ്മള് വീട്ടില് ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം മാത്രമേ ഞാൻ അലോ ചെയ്യുള്ളൂ ഇടാനായിട്ട്. അതെ അതെ. അപ്പൊ പറുദീസ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഇത് നേരത്തെ ഇതിന്റെ പ്ലേലിസ്റ്റിന് വരുന്നത് കിച്ചൺ റെവല്യൂഷൻ ഫുഡ് ബ്ലോഗ് എന്തോ ഞങ്ങളുടെ ഒരു പ്ലേലിസ്റ്റിന് വരുന്നത്, അത് ഓർമ്മയില്ല ഗൈസ്. അപ്പൊ ആ പ്ലേലിസ്റ്റിൽ എന്തെങ്കിലും ഞങ്ങൾ വേറെ പ്രത്യേകിച്ച് വീഡിയോ കണ്ടില്ല. അപ്പൊ നോക്കിയപ്പോ ഇത് നല്ല ഓപ്ഷൻ ആണല്ലോ. അതും ഇപ്പൊ ഈ വീഡിയോ, അതായത് ഈ പറുദീസ ചിക്കൻ ഞങ്ങൾ റിവീൽ ചെയ്യാണ്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ മറ്റേ ചായ, ഒരു സ്പെഷ്യൽ മസാല ചായ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വരുന്നതായിരിക്കും. അപ്പൊ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളിലെ ഒരു സാധനം. അതെ, നമ്മൾ മാത്രം നമ്മൾ വെച്ചോണ്ടിരിക്കുന്നില്ല, നമുക്ക് പബ്ലിക് നമ്മളത് ഫ്രണ്ട്സിനും കസിൻസിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബിന്റെ ഒരു വീഡിയോ 2-3 ചാനൽസിൽ ഉണ്ടെന്ന് തോന്നുന്നു സെയിം റെസിപ്പി. പക്ഷെ നമ്മളും ഇത് ചെയ്തപ്പോ വളരെ സക്സസ് ആയിരുന്നു. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമന്റ് ചെയ്യാ. ഇനിയിപ്പോ നമ്മളൊക്കെ കുക്കിംഗ് പഠിച്ചു തരുന്നതല്ലേ, അപ്പൊ ഇനി ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്താൽ നന്നായിരിക്കോ? അങ്ങനെ വലിയ അമ്മച്ചിമാർക്കൊക്കെ അറിയാലോ, അമ്മമാർക്കൊക്കെ അറിയാലോ. അപ്പൊ ഇതിൽ ഇതും കൂടി ആഡ് ചെയ്ത് നോക്കും മോളെ, അങ്ങനെ കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ. ഞങ്ങൾ പഠിച്ചു തരുന്ന യുവതലമുറ രക്ഷപ്പെടട്ടെ. അപ്പൊ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഒരു ബിരിയാണിയുടെ കൂടെയായിരുന്നു പറുദീസ ചിക്കൻ ട്രൈ ചെയ്തത്. ബിരിയാണിയുടെ കൂടെയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് അത് പൊറോട്ടന്റെ കൂടെയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ബേസിക്കലി ആ ചിക്കൻ കറി, അതിന്റെ ഒരു മസാല, അതിന്റെ ഒരു മിക്സ് ഇല്ലേ, അത് എനിക്ക് ഭയങ്കര എല്ലാത്തിന്റെ കൂടി പോകുന്ന ഒരു ടൈപ്പ്. ഞാൻ പറയാൻ വന്നത്, അപ്പൊ ബിരിയാണിയിൽ ഞങ്ങൾ ട്രൈ ചെയ്തു. ഇന്ന് ഞങ്ങൾ പൊറോട്ടയിൽ ട്രൈ ചെയ്യാൻ പോകുന്നു. ഹാഫ് ബോയിൽ പൊറോട്ട നമ്മൾ ബിരിയാണി കടയിൽ നിന്ന്, അപ്പൊ ആ പൊറോട്ടനോട്ട് ട്രൈ ചെയ്ത് നോക്കുന്നു. എൻഡ് ഓഫ് ദ ഡേ ഇതിന്റെ ഉള്ളത് ആ ചിക്കനിലാണ്. അപ്പൊ ചിക്കന്റെ കറി ഇൻ സെൻസ്, അതിന്റെ ഗ്രേവി, അതിന്റെ മിക്സ്, അതിന്റെ കൂട്ടൊക്കെ. അപ്പൊ ആ സീക്രട്സ് നമുക്ക് സച്ചിനെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അറിയാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോവാം. കൂൾ, എന്തെങ്കിലും പറയണ്ട നിങ്ങൾക്ക്? ഓക്കെ, നമുക്ക് ബാക്കി കാണാം. യെസ്. സോ നമ്മൾ ഈ പറുദീസ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ 2 hours കഴിഞ്ഞു. 2 മണിക്കൂർ വെക്കണം. അതെ, 2 മണിക്കൂർ വെച്ചാൽ കുറച്ച് എഫക്ട് കിട്ടുള്ളൂ നമുക്ക്. എഫക്ട് കിട്ടുന്ന സാധനം നീ ഓൾറെഡി ചെയ്തിട്ടില്ല. സീക്രട്സ് സീക്രട്സ് ഓൾറെഡി ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ മാരിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. സോ ഇൻഗ്രീഡിയൻസിൽ ഫസ്റ്റ് ക്യാപ്സിക്കം, പിന്നെ കൊറിയാണ്ടർ ലീഫ്, മിന്റ് ലീഫ്, പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പൗഡറുകളിൽ വരാണെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ഗരം മസാല, സോൾട്ട്, പെപ്പർ പൗഡർ, കൊറിയാണ്ടർ പൗഡർ. സെൻട്രലായിട്ടുള്ളത് ഒരു കുറച്ച് മന്തി മസാല നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ ഇതാണ് യൂസ് ചെയ്തിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്യാം. ദെൻ കുറച്ച് ഓയിൽ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ
ചിക്കനെ നമ്മൾ ഫുള്ള് ഫോർക്ക് വെച്ച് കുത്തി 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 കൊല്ലണം. ഒന്നും കൂടി അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ പിടിക്കാനായിട്ട് ഫുൾ ഹോൾസ് ഉണ്ടാക്കാം. അതിനുശേഷം നമ്മൾ ചിക്കനെ ഈ മസാലകളുടെ ഇടയിലേക്ക് മുക്കിയെടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഹോളായിട്ടുണ്ടെന്നാണ്. ഇങ്ങനെ മീനെ ചെയ്യുന്ന പോലെ ഇങ്ങനെ കട്ടിട്ടാലും മതി. ആ, അതും ചെയ്യാം. ഇതിലെ കുറച്ചും കൂടി മസാല പിടിക്കുന്ന പോലെ ഫുൾ ചിക്കൻ തന്നെ ഇതെനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് നമുക്കിതിനകത്ത് മിക്സ് ചെയ്യാം. ഈ എല്ലാ ഐറ്റംസും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ അതിലേക്ക് വെച്ച് ഇതിലേക്ക് എല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഈ ലാസ്റ്റുള്ള ഈ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാം. ഞാൻ കുക്കിംഗ് ചെയ്യുന്ന സെയിം പ്ലേറ്റിലാണ് മസാലയും എല്ലാം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. നമുക്ക് നേരെ എടുത്ത് ഇനി ഗ്യാസിൽ വെച്ചാൽ മതി. സോ ഇനി നമുക്കിത് ഒരു 2 hours മാരിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ. 2 hours അത് മതിയാവും തോന്നുന്നു എനിക്ക്. ഇത് ക്ലോസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ മാരിനേഷൻ കഴിഞ്ഞ് നമ്മൾ ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ഫുള്ള് മാരിനേറ്റ് ചെയ്ത് എല്ലാം ചെയ്തേക്കുന്നത്. സോ സെയിം പാത്രം നേരിട്ട് അടുപ്പത്ത് വയ്ക്കുക, ചൂടാക്കുക. നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെച്ച സംഭവം ചൂടാക്കുക. അപ്പൊ ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളവും ഓയിലും ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പൊ നമ്മൾ അങ്ങോട്ട് മറിച്ചിടുന്നു അങ്ങനെ മറിച്ചിട്ട് വേവിക്കുന്നു. വേവിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കാണ്ട്, അതാണ് സ്പെഷ്യൽ സാധനം. അത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. കാഷ്യൂ പേസ്റ്റ്. അപ്പൊ നമ്മൾ ചൂടാക്കി ഓൾമോസ്റ്റ് വെന്തൊക്കെ കഴിയുമ്പോ കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യാ. എന്നിട്ട് കുറച്ചു നേരം മൂടി വെക്കുക. അപ്പേക്കും നല്ല സ്മെല്ല് വന്നു തുടങ്ങും. സോ അപ്പൊ നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്കിനി കാണാം. ഇതിപ്പോ ഇന്ന് കുറച്ചു നേരം ഇതൊരു 40-45 മിനിറ്റ്. ഇതിപ്പോ നമ്മുടെ ചിക്കന്റെ സൈസ് അനുസരിച്ചിരിക്കും. ഇതിപ്പോ ഒരു കുഞ്ഞു ചിക്കനാ. 1 kg ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ചിക്കൻ അനുസരിച്ചിരിക്കും. പിന്നെ നമ്മുടെ പോട്ടിന്റെ കട്ടി അനുസരിച്ചിരിക്കും. ഇത് ചിലത് ഭയങ്കര കട്ടിയുള്ള പാത്രങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ അനുസരിച്ച് ടൈമിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരായിരിക്കാം. 40-45 മിനിറ്റ്സിന്റെ ഉള്ളില് എല്ലാം റെഡി ആവും. സോ ലാസ്റ്റ് നമ്മള് പേസ്റ്റ് ആഡ് ചെയ്യുന്നു, പിന്നെ മടക്കുന്നു, ഫുഡ് അടിക്കുന്നു. സോ മാരിനേറ്റ് ചെയ്യാൻ 2 hours, കുക്ക് ചെയ്യാൻ 40 minutes, പിന്നെ പേസ്റ്റ് ആഡ് ചെയ്യണം. പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇനി വയ്ക്കണം. വേണ്ട, പേസ്റ്റ് ആഡ് ചെയ്തിട്ട് 5 minutes ജസ്റ്റ് അതൊന്നൊന്ന് പിടിക്കാനുള്ള ആ ഒരു ടൈമിംഗ് മാത്രം. സോ എല്ലാരും ട്രൈ ചെയ്യണം. നമുക്കിനി പേസ്റ്റ് ആഡ് ചെയ്യണത് ഞാൻ കഴിച്ചിട്ട് ഫുഡ് ടേസ്റ്റ് ഉണ്ടോ പേസ്റ്റ് ആഡ് ചെയ്യുന്നത് ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നൊക്കെ നോക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ കാണിച്ചു കൊടുത്ത് ചിക്കനിലേക്ക് നമ്മൾ കാഷ്യൂ പേസ്റ്റ് ഇങ്ങനെ ഒഴിക്കുന്നു. ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ വേവിച്ച് വെയിറ്റിംഗ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കാരണം ചിക്കനൊക്കെ ഈ ലെഗ് പീസൊക്കെ കണ്ട അങ്ങനെ ഊരി വന്നു തുടങ്ങി. ഓൾമോസ്റ്റ് നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് സ്റ്റൗ ഒക്കെ ഓഫാക്കി അടച്ചു വെക്കാം. ഇനി നമ്മുടെ പൊറോട്ട ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തേത് ഹാഫ് ബോയിൽ പൊറോട്ട വിത്ത് പാരഡൈസ് ചിക്കൻ.
പറുദീസ ചിക്കൻ. ഇംഗ്ലീഷ് ഞാൻ പാരഡൈസ് ആക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, കമന്റ് ചെയ്യാ എങ്ങനെയുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടില്ലേ, നമ്മുടെ മാത്രം ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടമുള്ള സാധനമാണോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാ. ആൻഡ് ഞങ്ങളുടെ അടുത്തടുത്ത വീഡിയോസിനായിട്ട് ഞാൻ ഭയങ്കര കുക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഉള്ളൂ, എന്നാലും ചെയ്ത് ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. വിത്ത് ചേട്ടന്റെ പെർമിഷൻ ഐറ്റംസ് അല്ലേ? ഓക്കെ, ദെൻ ബൈ ബൈ. ഇനി സൂപ്പർ വീഡിയോസ് ഇനി കഴിക്കുന്ന ആവശ്യമില്ലല്ലോ, വെറുതെ കൊതിപ്പിക്കണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇനി വീഡിയോസ് സംഭവം എന്തായാലും സൂപ്പർ ആണല്ലേ? അത് സൂപ്പറാണ്. 2 പ്രാവശ്യം ചെയ്തത് സൂപ്പർ ആയിരുന്നു. ഇത് 3rd ടൈം. സോ യാ, അപ്പൊ ഇനി അടുത്ത വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം, പറുദീസ ചിക്കൻ ട്രൈ ഔട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.